ഹായ് സുന്ദരീസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുവാ ഡ്രീം ക്രാഫ്റ്റ്. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, പേരയ്ക്ക വെച്ചിട്ട് എന്ത് ക്രാഫ്റ്റാണോ ചെയ്യാൻ പോകുന്നതെന്ന്. പേരയ്ക്ക വെച്ചിട്ട് ക്രാഫ്റ്റ് അല്ല കേട്ടോ, പേരയ്ക്കയുടെ ഇല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേരയ്ക്കയുടെ ഇല എന്ന് മാത്രമല്ല, മഞ്ഞ കളറിലുള്ള കുറച്ച് പഴുത്ത ഇലകൾ ശേഖരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് പേരമരത്തിൽ ഒരുപാട് പേരയ്ക്ക ഉണ്ടായത് കണ്ടത്. അപ്പോൾ നല്ല നല്ല കുഞ്ഞ്, എനിക്ക് ഇഷ്ടം ഇളം പച്ച നിറത്തിലുള്ള പേരയ്ക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് നല്ല പഴുത്തതാണോ, അത് ഏതൊക്കെയാണെന്ന് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊരു പേരയ്ക്ക എന്തായാലും പൊട്ടിച്ചെടുത്തു. അതുപോലെ തന്നെ കുറച്ച് പഴുത്ത ലീഫുകളും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാവിൻ്റെ ഇല, അതുപോലെ തന്നെ പേരയുടെ ഇല, പിന്നെ ഈ ഒരു ഇല എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് എന്തിലയാന്ന് എനിക്ക് മനസ്സിലായില്ല, കിട്ടിയപ്പോൾ അതൊക്കെ ഞാൻ പിടിച്ചു പോന്നു. കരിയിലാണോ എന്തിലയാന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇത് ചെറിയത് റോസിൻ്റെ ഇലയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് അടിപൊളി ക്രാഫ്റ്റ് ഉണ്ട്. എൻ്റെ ഇടയിൽ കൂടെ ഞാൻ പേരയ്ക്കും തിന്നുന്നുണ്ട്. അപ്പോൾ പേരയ്ക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ വിഷം കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വൈറ്റ് കളറ് ഷീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ A4 ഷീറ്റാണ് നല്ലത്. A4 ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ TTC പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ MTTC, പിന്നെ നമ്മളെ സ്റ്റുഡൻസ് LKG UKG പഠിക്കുന്ന കുട്ടികൾക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ LKG UKG ടീച്ചേഴ്സിനൊക്കെ കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ വൈറ്റ് കളർ എടുത്ത് നോക്കി. ഇപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, എൻ്റെ വൈറ്റ് കളർ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്, വൈറ്റ് കളർ ഇല്ല. അപ്പോൾ അതാ ഇതുപോലെ ബ്ലൂവും ഫെവിക്കോളും ഞാൻ എടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണല്ലോ, അപ്പോൾ പെയിൻറ്റിന് പകരം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വൈറ്റ് കളർ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ആ ഒരു ബ്ലൂ കളറിൻ്റെ അടപ്പിലാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതിൽ ചെറുതായിട്ട് ഒരു ബ്ലൂ കളർ ഉണ്ടാവും. അതിൽ ഈ വൈറ്റ് നല്ല രീതിയിൽ ഞാൻ ബ്രഷ് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ആ ഒരു സത്യം എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ മിക്സ് ചെയ്താലും സ്കൈ ബ്ലൂ കളർ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഇതിന് മേലെയും അടിയിലും ഒരേപോലെ തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണങ്ങാൻ വേണ്ടി അധികം നേരം നിൽക്കണ്ട, ഫെവിക്കോളാണല്ലോ, പെട്ടെന്ന് തന്നെ ഉണങ്ങിയും കിട്ടും. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. മേലെ അടിയിലായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്ലാവിൻ്റെ ഇലയാണ് ഞാൻ ആദ്യം എടുക്കുന്നത് കേട്ടോ. പ്ലാവിൻ്റെ ഒരു ഇല എടുത്തതിന് ശേഷം അത് നമ്മൾ ഫിഷിൻ്റെ ഷേപ്പിന്, ഓക്കെ, അപ്പോൾ ആ ഒരു ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇല ഏകദേശമൊക്കെ ഒരു ഷേപ്പാണ്, എങ്കിലും നമ്മൾ ചെറുതായിട്ട്, കാരണം നല്ല വലിയ ഇലയല്ലേ, അപ്പോൾ അതിൻ്റെ അറ്റത്തുള്ള ഒരു ഞെട്ടി കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ കളഞ്ഞിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെയൊക്കെ പ്ലാവില എന്ന് തന്നെയാണ് പറയുക, എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ലീഫിൻ്റെ ക്രാഫ്റ്റ് വർക്കൊക്കെ LKG UKG സെക്ഷനിലൊക്കെ വരും. അതുപോലെ തന്നെ വലിയ കുട്ടികൾ ഇതിലൊക്കെ ക്രാഫ്റ്റിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലും അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ. സ്റ്റുഡൻസിന് വലിയ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ മേലത്തെ ഒരു ഭാഗം, ഇതിൻ്റെ ഒരു അറ്റത്ത് ഞാൻ V ഷേപ്പിന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളയുന്നുണ്ട്. അത് ഫിഷിൻ്റെ ലിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഫെവിക്കോൾ ആക്കിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വാലിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ഇലയാണ് എടുക്കുന്നത്. ഈ ഇല എന്ത് ഇലയാണെന്ന് എനിക്ക് അറിയില്ല, ഇതറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളെ കമൻറ്റ് ബോക്സിൽ. ഇതിൽ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിരുന്നു. അപ്പോൾ ഞാനത് അടിയിലുള്ള ഒരു വലുപ്പത്തിന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ ലീഫും രണ്ടും ഒരേ അളവിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുന്നുള്ളൂ, കുറേ കളയുന്നില്ല കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിനെ ബാക്ക് സൈഡിൽ സ്റ്റിക്ക് ചെയ്യാനാണ്. ഇത് പിന്നെ നമ്മളെ റോസിൻ്റെ ഇതളാണ്. ഇതെല്ലാം പഴുത്ത ലീഫിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് പഴുത്ത ഇലകൾ ഉണങ്ങി കഴിയുമ്പോൾ ഒന്നും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യിപ്പിച്ച് നോക്കാം. അവർക്കും ഇഷ്ടവും, അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഇതുപോലത്തെ ഇങ്ങനെ വർക്കുകൾ ചെയ്ത് കുട്ടികൾക്ക് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാനുള്ള താല്പര്യം കൂടും. അപ്പോൾ ഇതിൽ ഞാൻ ഇതെടുത്തിട്ട് ഫെവിക്കോൾ ബാക്കിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഫെവിക്കോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ വിരൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനൊന്ന് വലിച്ചു കൊടുക്കുന്നത് ഫുള്ളായിട്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഒരു സൈഡിലായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നതിന് ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. കാരണമല്ല കേട്ടോ, കാര്യം. അത് പറഞ്ഞപ്പോൾ നാക്കുളുക്കി പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മളിതുപോലെ ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് ഇനി ബാക്കിൽ നമ്മളിത് സ്റ്റിക്ക് ചെയ്യും. കണ്ടോ, ഈ ഒരു സൈഡിലേക്ക് ആക്കിയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത ലീഫും നമ്മൾ കുറച്ച് ഫെവിക്കോൾ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിലും ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. ഇനി നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അത് വേഗം അവിടെ സ്റ്റിക്ക് ആയിക്കോളും. ഇനി ഇതുപോലെ ഞാൻ ചെറിയ ആ ഒരു റോസിൻ്റെ ലീഫ് ഉണ്ടല്ലോ, അതെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടിയിലും രണ്ട് പോർഷനിലായിട്ട് കേട്ടോ, അതിൻ്റെ ചിറകൊക്കെ ഇല്ലേ, അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ ചിറക് തന്നെയല്ലേ പറയാം. ഓക്കെ, ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്.
ഇനി നമ്മൾ കണ്ണിൻ്റെ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാണലിൻ്റെ ഇല എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയാൻ നോക്കുക കേട്ടോ. ഇതാണ് ലീഫ്. ഈ ലീഫിന് നമ്മുടെ നാട്ടിലൊക്കെ പാണലിൻ്റെ ഇല എന്ന് പറയും. ഇതിമെന്നാണ് ഞാൻ ഗ്രീൻ കളർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രീൻ കളർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഫെവിക്കോളിൻ്റെ അടപ്പുണ്ടല്ലോ, ആ അടപ്പ് വെച്ചിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്തത്. പക്ഷേ ഫസ്റ്റത്തെ ഫ്ലോപ്പായി പോയി. രണ്ടാമത് ഞാൻ അതുപോലെ തന്നെ പ്രസ് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടി. ഇതാ ഇനി ഇവിടെ ഞാൻ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കീറി കിട്ടി കേട്ടോ, റൗണ്ടായിട്ട്. ഇതാ ഇപ്പോൾ റൗണ്ടായി. ഇനി നമുക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ ഭാഗം ഒന്ന് ചെറുതാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ അത്രയും വലിയ കണ്ണ് വേണ്ടല്ലോ, അപ്പോൾ ഒന്ന് ചെറുതാക്കി. ഇനി അത് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ ഇവിടെ ചെറുതായിട്ടൊന്ന് ഫെവിക്കോൾ ആക്കിയതിന് ശേഷം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഫിഷ് പോലെ ആയില്ലേ? ഓക്കെ. ഇനി നമുക്ക് തൊട്ടിപ്പുറത്ത് അതേപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് കണ്ണിൻ്റെ പോർഷനിൽ കേട്ടോ. പിന്നെ എനിക്ക് കിട്ടിയത് പേരയുടെ ഇലയാണ്. പക്ഷേ അതിന് എന്തൊക്കെയോ ഒരു കളറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് അടുത്ത പ്ലാവിൻ്റെ ഇല എടുത്തു. ഇപ്പം നമ്മൾ ചെയ്ത അതേപോലെ തന്നെ അറ്റൊന്ന് ചെറുതായിട്ട് ലിപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തു കേട്ടോ. ഇതെനിക്ക് ലീഫ് ചെറുത് വരെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ ഒരു പേരയുടെ ഇലയമെന്നാണ് ഈ ഒരു ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ഫിഷിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൊടുക്കാനുള്ളത് ലീഫിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് ലീഫിൻ്റെ പോർഷൻ കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഫിഷിനൊക്കെ ചെറിയൊരു ബബിൾസ് കാണാറില്ലേ നിങ്ങൾ? അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ അടിയിലാണെന്നുള്ള രീതിയിൽ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബബിൾസ് കൊടുക്കുന്നുണ്ട്. അതേ ക്യാപ്പ് തന്നെയാണ് കേട്ടോ. അതേ ഒരു അടപ്പിൽ മിക്സ് ചെയ്തതിൽ കുറച്ചും കൂടി കളർ ബാലൻസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് ബബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിയിൽ ഗ്രീൻ കളറും അതുപോലെ യെല്ലോ കളറും വെച്ച് ചെയ്യാം. നമ്മൾ ഈ കടലിനടിയിലുള്ള മീനുകളിൽ കുറച്ച് ഇലകളൊക്കെ കാണൂലേ, അതായത് വെള്ളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കിടക്കുന്ന ഇലകൾ. അപ്പോൾ അതുപോലെ കുറച്ച് ഇലകളും കൂടി ഞാൻ അടിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടി ഭംഗിയിലൊക്കെ വരയ്ക്കാൻ പറ്റുന്നവർക്ക് ഇതിലും കുറച്ചും കൂടി ഭംഗിയിലൊക്കെ വരയ്ക്കാം. എൻ്റെ കയ്യിൽ വേറെ ബ്രഷും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കിട്ടിയൊരു ബ്രഷ് വെച്ച് തട്ടി കൂട്ടിയതാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ലീഫുകളൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക അടിയിൽ നിന്ന്. കണ്ടോ, ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിരുന്നു. എൻ്റെ ലീഫൊക്കെ പാറിപ്പോയി. ഞാൻ പിന്നെയും പോയി എടുത്തുകൊണ്ട് വെച്ച് സെറ്റ് ചെയ്തതാണ് കേട്ടോ. പെട്ടെന്നായിരുന്നു മഴ. ഓക്കെ. അപ്പോൾ ഇതേപോലെ ലീഫും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഗ്രീൻ കളർ, ഡാർക്ക് ഗ്രീനും അതുപോലെ ലൈറ്റ് ഗ്രീനൊക്കെ മിക്സ് ചെയ്ത് വരയ്ക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ യെല്ലോ കളറൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഭംഗിയായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡാർക്ക് ഗ്രീൻ ഇല്ല, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ലീഫ് വരച്ചിട്ടുണ്ട്. ഇതിങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം അങ്ങനെ അനങ്ങുമല്ലോ, അതിനനുസരിച്ച് സീഡ് അടിയിലൊക്കെ ഉള്ള ലീഫുകൾ അനങ്ങുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അതാണ് ഞാൻ വരച്ചത്. കണ്ടിട്ടൊന്നുമില്ല, നല്ല നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. നേരിട്ട് കണ്ടവരുണ്ടോയെന്ന് നമ്മൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല, നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ, കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ ഇതിങ്ങനെ അനങ്ങുന്നത്, അതേപോലെ വരച്ചതാണ്. പിന്നെ ഇതുപോലെ യെല്ലോ കളറും ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത ലീഫൊക്കെ നമ്മൾ വരയ്ക്കൂലേ, അതേപോലെ മഞ്ഞ കളറിൽ കുറച്ച് ലീഫ്. ഇനി ബ്രൗൺ കളറിൽ കൊടുക്കുന്നെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ, ഉണങ്ങിയ ലീഫൊക്കെ വേണമെങ്കിൽ. പിന്നെ വെള്ളത്തിൻ്റെ ഇടയിലാവുമ്പോൾ അധികം ഉണങ്ങി പോവില്ലല്ലോ, ചീഞ്ഞല്ലേ പോവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫൈനൽ ലുക്ക് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും. സ്കൂളൊക്കെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെ ലീഫ് കളക്ഷൻ്റെ ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി വർക്കാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക.